ഞാൻ ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം ആത്മഹത്യയെക്കുറിച്ചാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കാണാം, അയൽവക്കത്തും ചുറ്റുപാടും സമൂഹത്തിൽ ഒത്തിരി പേര് ആത്മഹത്യക്ക് വിധേയമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തയുമായിട്ട് നടക്കുന്നവരുണ്ട്. നമുക്ക് ചുറ്റിലും അത് കാണാം. പക്ഷെ പല ആത്മഹത്യകളും പരിഹരിക്കപ്പെടാത്തതുകൊണ്ടാണ്, അതായത് പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് എത്തുന്നത്. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ട്. ഈ പരിഹാരം തേടിയിട്ടുണ്ടാവില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ആത്മഹത്യ പ്രേരണയുള്ളവരെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിലോ ചുറ്റുപാടോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവർക്കോ ആത്മഹത്യക്ക് ഇങ്ങനെ ഒരു ചിന്തയോ പ്രേരണയോ ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാമെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പരിഹരിക്കാൻ നമുക്ക് സഹായിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്ന മിക്കവരും അവർ ചിന്തിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുമെന്നാണ്. ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അവിടെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്തിട്ടാണ് ഈ പോകുന്നത്. ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെയുണ്ട്. അത് പരിഹരിക്കപ്പെടാതെ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് അതൊരു വിഷമവും ബുദ്ധിമുട്ടുമായിട്ട് മാറുകയാണ്. നിങ്ങളുടെ പ്രശ്നവും നിങ്ങൾ പോയിട്ടുള്ള ഈ ഒരു നഷ്ടബോധവും എല്ലാം കൂടിയിട്ട് അതൊരു പ്രശ്നമായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പരിഹരിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ആത്മഹത്യയുടെ കാരണങ്ങൾ ജനറലായിട്ട് നമുക്ക് മിക്കവർക്കും അറിയാവുന്നത്, എന്തെങ്കിലും ഒരു നഷ്ടബോധം വരിക, നിരാശ വരിക, പ്രേമ നൈരാശ്യം വരിക, കുറ്റബോധം വരിക, ജീവിതത്തിലുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, കടബാധ്യതകൾ, ആക്സിഡൻറ്റുകൾ, അങ്ങനെ ചില നഷ്ടബോധങ്ങളും മറ്റുള്ളവർ അബ്യൂസ് ചെയ്യപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്നും അങ്ങനെയൊക്കെയാണ് പൊതുവെ നമുക്കറിയാവുന്നത്. എന്നാൽ അധികം ആത്മഹത്യയുടെ പുറകിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മിക്കവരും അറിയുന്നില്ല. മിക്കവരും ഈ ആത്മഹത്യ ചിന്തയുമായിട്ട് കുറച്ചധികം നാളുകളായിട്ട് നടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളുമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരോടത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് പ്രത്യേകിച്ചും വിഷാദം എന്ന് പറഞ്ഞ മാനസിക രോഗം അല്ലെങ്കിൽ മാനസികാവസ്ഥ, അതായത് ഡിപ്രഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊരു അവസ്ഥ ട്രീറ്റ് ചെയ്യപ്പെടാത്തതും പരിഹരിക്കപ്പെടാത്തതുമായ ഈ അവസ്ഥകൾ, അല്ലെങ്കിൽ മറ്റ് മാനസിക വൈകല്യങ്ങളും പ്രശ്നങ്ങളും മാനസിക രോഗങ്ങളുള്ളവർക്ക് ഉള്ളിൽ ഡിലൂഷൻ, അതായത് ഒരു തോന്നലൊക്കെ തോന്നിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സൈക്കോസിസ് പോലത്തെ മാനസിക രോഗങ്ങളുള്ളവർ, ഇന്ന് വേണ്ട പല മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ വരുന്ന സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചില പ്രേരണകളും തോന്നലുകളും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ലായ്മയും, മൊത്തം അവർ ഇരുട്ടാണ് കാണുന്നത്. കാരണം എവിടെയും പ്രകാശം കാണുന്നില്ല. അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പെട്ടെന്ന് ചെയ്യുന്നൊരു അബദ്ധമാണ് ആത്മഹത്യ. നമുക്കിത് എങ്ങനെ മനസ്സിലാവും ഇവർക്ക് ആത്മഹത്യ ചിന്തയുണ്ട്, അല്ലെങ്കിൽ അവർ ഈ ചിന്തയും ഉള്ളിൽ വച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന് സാധാരണ മിക്കവരും, അധികം പേരും ചില ലക്ഷണങ്ങൾ അവർ കാണിക്കാറുണ്ട്. 99% ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുഃഖഭാവം അവരിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷൻ, ഒറ്റയ്ക്കിരിക്കാനുള്ളൊരു പ്രവണത, ഒന്നിലൊരു താല്പര്യമില്ലായ്മ, ഒറ്റപ്പെടൽ, പിന്നെ ആത്മഹത്യയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ഉള്ള വീഡിയോസ് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുക, യൂട്യൂബ് സെർച്ച് ചെയ്യാൻ തുടങ്ങുക, ആത്മഹത്യ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുക. മറ്റ് ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വില്ലൊക്കെ എഴുതി വയ്ക്കുക, അതായത് വിൽപ്പത്രം തയ്യാറാക്കുക, അല്ലെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് പറയുക.
വേറെ ചിലരെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അവർക്ക് എന്തെങ്കിലും ചികിത്സകളോ മറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ ആ ചികിത്സകളെല്ലാം നിർത്തിവെക്കും, മരുന്ന് നിർത്തിവെക്കും. കാരണം ഹോപ്പൊക്കെ പോയി, ഇനി ഞാനിപ്പോൾ മരിക്കാൻ പോവല്ല, അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പെട്ടെന്നുള്ള ദേഷ്യം മുഖത്ത് കാണും, ആ, ഉത്കണ്ഠ, അങ്ങനെ പല ലക്ഷണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വേറെ ചിലരാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരിക്കും. അതായത് മരുന്നുകൾ ശേഖരിക്കുക, അതായത് ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുന്ന ചില ഗുളികകളൊക്കെ എടുത്തു വയ്ക്കുക, പെസ്റ്റിസൈഡ് പോലത്തെ സാധനങ്ങൾ എടുത്തു വയ്ക്കുക, അതിന് സഹായിക്കുന്ന ചില ആയുധങ്ങൾ മറ്റും സൃഷ്ടിക്കുക, എടുത്തു വയ്ക്കുക. ഇങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ആത്മഹത്യയുടെ ലക്ഷണങ്ങളാണ്. പെട്ടെന്നുള്ള അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതും ആത്മഹത്യയുടെ ശ്രമമാകാം. ഒന്നിലും ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുക, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യുക, ഈ ഇത്തരം ലക്ഷണങ്ങളല്ല ആത്മഹത്യ. ഇങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ശ്രദ്ധിക്കേണ്ടതും അവർക്ക് സഹായം കൊടുക്കുകയും ആവശ്യമാണ്. സഹായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് അവരോട് ചോദിക്കുക, സംസാരിക്കുക, കൂടെ നിൽക്കുക, മുൻവിധികളില്ലാതെ അവരുടെ കൂടെ നിൽക്കുക. അതായത് അവരെ കുറ്റപ്പെടുത്താതെ കൂടെ നിന്നിട്ട് അവർ പറയാനുള്ളത് അവർ കേൾക്കുക. തുറന്നു പറയാൻ തുടക്കത്തിൽ വിസമ്മതമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിന്ന് പതുക്കെ അത് മനസ്സിലാക്കുക. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മഹത്യാ പ്രവണത. അത് ഒഴിവാക്കി ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അതിന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ എടുക്കേണ്ടതാണ്. അതായത് നല്ലൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അങ്ങനെയുള്ള പ്രൊഫഷണൽ ഹെൽപ്പുകൾ നിങ്ങൾക്ക് എടുക്കേണ്ടതാണ്. കാരണം ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവർ ഇരുളടഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും അവർ പ്രകാശത്തിൻ്റെ, അതായത് പ്രതീക്ഷയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും ഇങ്ങനെയുള്ള പ്രവണത വരുമ്പോൾ അവരൊരിക്കലും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാത്തതിൻ്റെ കാരണം സമൂഹത്തിലുള്ള നമ്മുടെ ചില തെറ്റിദ്ധാരണകളാണ്. സമൂഹത്തിൽ അവരെന്നെ എന്ത് ചിന്തിക്കും, നാണക്കേട്, ഞാനൊരു മാനസിക രോഗിയാണെന്ന് മറ്റുള്ളവരെന്നെ തോന്നുമോ, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുമോ, ജീവിതകാലം മുഴുവൻ ഞാൻ മരുന്നെടുക്കേണ്ടി വരുമോ, മരുന്നെടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഭ്രാന്തനോ ആയി മാറുമോ, ഈ തരം ചിന്തകൾ, ഈ തരം ഒരു അറിവില്ലായ്മ അവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്നും പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. ചില അവസ്ഥകളിൽ നമ്മുടെ അമിതമായിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യാ പ്രേരണ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ വിഷാദമോ ആങ്സൈറ്റിയോ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അതാണെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു സൈക്കോ തെറാപ്പിയോ കൗൺസിലിങ്ങോ വഴി അവരുടെ പ്രശ്നങ്ങൾ ബിഹേവിയർ തെറാപ്പി വഴിയോ നമുക്ക് അവരെ മുന്നോട്ടുള്ള വഴി അവരെ കൊണ്ട് തെളിയിച്ചെടുക്കാൻ അവരെ സഹായിക്കും. കാരണം ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്, പക്ഷേ ഈ പരിഹാരങ്ങൾ അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരി ഈ ഒരു കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സൈക്യാട്രി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കാം, അവരെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം.